ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ വിശേഷം ഇസ് നോർമൽ, ഒരു വെരി നോർമൽ കോസി വീക്കെൻഡ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് മേക്കപ്പ് ഇട്ടപ്പോഴത്തേക്കും ഐ മേക്കപ്പ് വാസ് ബിറ്റ് സട്ടിൽ, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഈ ലൈറ്റിങ്ങിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര ലൗഡാണെന്ന്. വാട്ട് യു തിങ്ക്? വാട്ട് യു തിങ്ക്? വെരി ഗുഡ്. പക്ഷെ എൻ്റെ ബർത്ത്ഡേ 3 days കഴിഞ്ഞിട്ട് ആ സെയിം ഡേയിലാണ് ഐഷു വിഷ്ണു ആനിവേഴ്സറി. ഞങ്ങളുടെ 8th February ഫുട്ബോൾ പാർട്ടി ഉണ്ട് എൻ്റെ കേരളക്കായം വെച്ചിട്ട്. 7th February സ്കൂളിലെ ഫ്രണ്ട്സ് വെച്ചിട്ട് ബൗൺസ് വാലിയിലുണ്ട്. എല്ലാ വിവരങ്ങളും കിട്ടിയില്ലേ? ശിവന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊരു മിനി ഷോപ്പിംഗ് ഉണ്ട്. ഐശ്വര്യം കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ സിറ്റിക്ക് വിളിക്കൂ, എല്ലാവരും വിളിച്ചോളൂ എന്നാ ഇൻവൈറ്റ് ചെയ്യൂ. നല്ല ഇൻവിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ആംസ്റ്റർഡാം സിറ്റിക്ക് പോവാണ് കേട്ടോ. ഐഷുവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഐഷു ഇപ്പോൾ വരുന്നുണ്ടാവും. ഉണ്ണി, വാട്ട് യു തിങ്ക് ഓഫ് മൈ മേക്കപ്പ്? കുഴപ്പമൊന്നുമില്ല, നോട്ട് സോ പീകോക്ക് പോലുണ്ട്. അപ്പോൾ ദിസ് പീകോക്ക് ബീഫ ഇസ് ഗോയിങ് ടു ആംസ്റ്റർഡാം സിറ്റി. എന്നിട്ട് വെറുതെ ചിരിക്കുന്നു. ഐഷു വന്നിട്ട് ഐഷുൻ്റെ കൂടെ പോവാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഡോൺജീനെയും കൂട്ടുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ ഡോൺജി ഒരു അടിപൊളി കപ്പിൾ സൗണ്ട് ഹീലിംഗ് സെഷൻ തരാൻ പോവാണ്. അതൊക്കെയാണ് ഒരു കോസി ബ്യൂട്ടിഫുൾ വീക്കെൻഡ് വ്ലോഗ്. സോ ഗൈസ്, വെൽക്കം ടു ടിയാ മോനോ. ഇന്ത്യങ്ങടെ എങ്ങനെ ഇറങ്ങുക? ബാഗ് വേണ്ടേ? വേണ്ട അല്ലേ? നിങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് വരൂ കേട്ടോ. ബൈ ഗൈസ്. ദേ ഐഷു മാം എത്തിയിട്ടുണ്ട്. എന്താണ് ഐഷു സമയത്തിനൊക്കെ വരേണ്ടി? ഇന്നത്തെ സ്വഭാവമാണ്. ഉറപ്പല്ലേ? നിർത്തി പോണോ? ചിവി പോയി അമ്മ പോയിട്ട് വരാട്ടോ. പെട്ടെന്ന് ഇത്ര കമ്പനി മിസ് ചെയ്യണ്ടോ? നമുക്ക് ഷോപ്പിങ്ങിന് പോവാ. ഓടിയും തിരിച്ചിട്ട് അവന് യുവിനെ കൂട്ടാൻ പോകാനുള്ളത്. ഓ ശരിയാ. ഞാൻ നോക്കുമ്പോ ഷൂട്ട് എടുക്കുമ്പോ ഭയങ്കര ഇരുട്ട് പോലെ തോന്നുന്നു. ഇവിടെ ആക്ച്വലി 5 മണിയായി, പക്ഷെ ബെറ്റർ ആയി വരുന്നുണ്ടല്ലേ. 4:30 ഇരുട്ടി തുടങ്ങിയായിരുന്നു, 5:30 ഇരുട്ട്. പക്ഷെ ഫെബ്രുവരി ഇവിടെ ശരിക്കും വിന്റർ നല്ലോണം തണുപ്പ് വരുന്ന ഒരു സമയം കൂടെ. നമുക്ക് ഈ പ്രാവശ്യം ഏർലി കിട്ടിയില്ലേ? ജാനുവരി കിട്ടി എപ്പോഴും വരും. ഇനി വേണ്ട സാർ, സ്നോ വേണ്ട സാർ. നമുക്ക് ഒരു ഏകദേശം 20 മിനിറ്റ്സിന്റെ ഡ്രൈവിന് റോഡിൽ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ആകെ ശരിക്കും ഒരു 10-11 മിനിറ്റിൽ എത്തേണ്ടതാണ്. അത്രയില്ലേ? 5 മിനിറ്റ് ശരിക്കും 5 കുറച്ച് 10 വയ്ക്കുക. 7 മിനിറ്റ് 7-8 മിനിറ്റേ ഉള്ളൂ സിറ്റിയിലേക്ക്. പക്ഷെ ഇന്ന് കുറച്ച് ഡിലേയിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ എത്തുന്നു. എനിക്ക് എന്തെങ്കിലും അല്ല, എനിക്ക് അമ്മ ശിവനൊരു വാട്ടർ ബോട്ടിൽ, നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടല്ലോ, ശിവന്റെ പേര് എഴുതിയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അവന് വേണമെന്ന്. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് നമ്മൾ അത് വാങ്ങാന്ന് പറഞ്ഞു. അമ്മ മറ്റേ ഒരു പച്ച ഇതിന്റെ സെയിം പച്ച വേർഷൻ. അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അത് വാങ്ങിക്കൊടുക്കണം. അപ്പൊ ശിവന് അത് വാങ്ങണം. സ്പെസിഫിക്കലി ഞാനാണ് പോണത്. പിന്നെ ഐഷുവിന്റെ ഗേളിന് സ്പെസിഫിക്കലി എന്താ വാങ്ങണമെന്ന് നമ്മൾക്ക് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. ഫൈനലി ഞങ്ങള് ബ്ലോക്കിൽ കുടുങ്ങി അതെ, നമ്മൾ ബാങ്കോക്കിൽ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. ഇതിന്റെ മോള് പോയി നമ്മളെ മർത്തിയതാണ്. അത് നേരത്തെ ഞങ്ങള് മുകളിലെ മറിച്ച് താഴെ വന്നു. ഇരട്ടകളെ കണ്ടു. നമ്മളിവരെ കുറെ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് എ ലൂപ്പ്. ഐഷു, നീ എവിടെയാണോ അവിടെ നീ അല്ല. നിനക്ക് തോന്നുകയാണ് നീ എവിടെയാണ്, പക്ഷെ നീ അവിടെ അല്ല. ഞാൻ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് ആയിട്ട് ഒരേ ആൾക്കാരെയാണ് വേറെ വേറെ ഫ്ലോറുകളിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറെ നേരമായി താഴത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പൊ എത്തും തോന്നുന്നു. 2ാം നിലയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പൊ എത്തും ഐഷു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗായ്സ്. ശിവന്റെ ബർത്ത്ഡേയും ഐഷു വിഷ്ണുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഒരേ ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. ഐഷു വിഷ്ണുവിനുള്ള ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനും ഐഷുവിനെ ഹെൽപ്പ് ചെയ്യാണ്. അതിന് ശേഷം വേണം നമുക്ക് ശിവന്റെ ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ. നമ്മളിവിടെ എന്ത് വാങ്ങണം വെച്ചിട്ട് തെരഞ്ഞുകൊണ്ട് അല്ലേ ഇതും കിട്ടേഷു ചിരിക്കണോ അതോ മുഖം കിട്ടിയില്ല, എന്താ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ. എൻ്റെ ഷോപ്പിംഗായി മാറിയിരിക്കുന്നത്. എനിക്ക് കണ്ണട ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഡെയിലി യൂസിന് പറ്റുമായിരിക്കും. നമ്മൾ കണ്ണട അത് മാറ്റിയിട്ടാ പോലെ ലെൻസ്. വെരി നൈസ്. വെച്ചോക്ക് നീ.
നമുക്ക് മാത്രമാണ് ഈ വാവ് വാവ് തോന്നണേ. വീട്ടിൽ ചെന്ന ദിവ്യം പറയൂ അയ്യേ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങോട്ട് നോക്കൂ. വിഷ്ണുവിന് ഗ്ലാസ്സസ് നോക്കാൻ വന്ന ഞങ്ങൾ മത്സരിച്ച് അവിടെയുള്ള എല്ലാ ഗ്ലാസ്സസും എടുത്തിട്ട് നോക്കുമായിരുന്നു. പക്ക ടൈം വേസ്റ്റിംഗ്. കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിജീവി ലുക്ക്, അതായത് കോളേജിലെ പ്രൊഫസറൊക്കെ ആവാൻ പറ്റിയ ലുക്ക് അല്ലേ ലൈഷു? നിനക്ക് എന്നെ നിന്റെ ടീച്ചറായിട്ട് സങ്കല്പിക്കാൻ പറ്റുമോ? പഠിപ്പിച്ചായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അത് വലിച്ചു വീട്ടിൽ കൊണ്ടൊരു കയറൊക്കെ ഉണ്ടല്ലോ. നല്ല രസം, ഇഷ്ടപ്പെട്ടു, ലുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അയച്ചു പറഞ്ഞ ഇതിന് വലിയ ഗുണമൊന്നുമില്ല എന്ന് റെക്കോർഡിങ്ങിന്. ഞാൻ വെച്ചു നീ എന്നെ പറയാന്ന് അയച്ചു. ഞാൻ ക്ഷമി പോയില്ലേ. ഏത് ചാർട്ടും ജ്വല്ലറിയും ലുക്കില്ലാത്ത സരോസ്കി. അപ്പം നമ്മൾ ദേ വിഷ്ണുവിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു. ഒരു കണ്ണട, ഒരു അടിപൊളി കണ്ണട വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. ശിവനുള്ള ഗിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ വന്ന് ഞാൻ വാങ്ങും. കാരണം ഇപ്പോൾ കണക്ക് അടച്ചു. നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയർ കുറച്ച് ലോങ് ആയിപ്പോയി. ഇന്ന് ഭയങ്കര റഷ് പിടിച്ചിട്ടുള്ള ഷോപ്പിംഗ് ആയിപ്പോയി. ഇഷ്ടപ്പെടുന്നില്ല. അതായത് എനിക്കൊരു സമാധാനം വേണം, പക്ഷെ അത് സമയമില്ല. അതുകൊണ്ട് സമാധാനം ഇല്ല, സമയവും ഇല്ല, ധൃതി പിടിച്ചൊക്കെ വാങ്ങിപ്പോയി. പക്ഷെ ഗുഡ് തിങ്, നമുക്കൊരു 30 ദിവസം റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പെടും ഇഷ്ടപ്പെടും. ഈ നമ്മൾ പോണത് ഡോൺജിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ സൗണ്ട് ഹീലിംഗ് സെഷന് വീട്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെവി അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് കേട്ടോ. സ്നേഹം കണ്ടോ? ലൂണു ആര് പുതിയ ആളോട് ഹലോ പറഞ്ഞോളൂ. ആരാ? ഐഷു ചേച്ചി, കമോൺ. ഡോൺജിയുടെ എക്യൂപ്മെന്റ്സ് ആണ് കണ്ടോ. ലൂണു വരൂ. എന്താണ് ഇഞ്ചാണ് ഷുണ്ടു ഇങ്ങോട്ട് വരൂ. ഡോൺജി കൊണ്ടുവരുന്ന ഈ പെട്ടി നിറച്ച് സൗണ്ട് ഹീലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്, സൗണ്ട് ഹീലിംഗ് ബോൾസ് ആണ്. നമ്മുടെ ഐഷുവിൻ്റെ കാറിൻ്റെ ബൂട്ടിലും നിറച്ച് നമ്മൾ ബോൾസ് തന്നെ വെച്ചിട്ടുള്ളത്. ഡോൺജി ഒരു പ്രൊഫഷണൽ ഹീലർ ആയതുകൊണ്ട് ഡോൺജി എവിടെ പോകുമ്പോഴും എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ കൊണ്ടുപോകും. കൂടാതെ ഡോൺജിക്ക് ആംസ്റ്റർഡാമിൽ ഒരു തെറാപ്പി സ്പേസും ഉണ്ട് കേട്ടോ. ഡോൺജി നമുക്ക് എല്ലാവർക്കും ഈ സെഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്കെൻഡ്. സോ വി ഓൾ ആർ സൂപ്പർ എക്സൈറ്റഡ്. വീട്ടിൽ ഓൾറെഡി ദിവനും ശിവും വിഷ്ണുവും യുവി ഉണ്ട്. അമ്മുവും കിഡ്സും കുറച്ച് കഴിഞ്ഞാൽ എത്തും. വരൂ കയറൂ. എത്ര ദിവസമായി കണ്ടിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കുന്നില്ല അല്ലേ? അച്ഛന് അടി കൊടുക്കട്ടെ. എടാ നീ നിന്നെ തന്നെ പിടിച്ചിരിക്കണോ? എപ്പോഴെങ്കിലും കണ്ടുണ്ടോ? ആണോ? ശിവന്റെ ഡ്രീം സീനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവി ലൂണി മീറ്റ് ചെയ്യണമെന്നായിരുന്നു ശിവന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് അപ്പൊ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. യുവിക്ക് എവിടൊക്കെ നോക്കണ്ടെന്ന് അവരെ കണ്ണു മുഴുതില്ല. ഈ ലൈറ്റില അയ്യോ ഇഷ്ടായി, യുവിക്ക് ഇഷ്ടായി. ഒന്നും കൂടി തട്ടണു. സിബ്ലിങ്സ് പോലെ ഉണ്ട്. ശിവ യുവിന്റെ അടുത്ത് പോയിരുന്നോ? ആ സിബ്ലിങ്സ് പോലെ ഉണ്ട്. അയ്യോടി ഇന്ന് ഒരു സഹായികളല്ല 3 സഹായികളാണ് കിച്ചണിലുള്ളത്. ഇതിൽ എക്സ്പേർട്ട് വിഷ്ണു ആണ്. കാരണം വിഷ്ണു ഡയപ്പർ യൂസ് ചെയ്ത് മാജിക്കൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവാണ്. അറിയില്ല. ലൂണയുടെ ശരിയാ. ലൂണയുടെ നിനക്കാണ് ഇപ്പൊ എക്സ്പീരിയൻസ് കുറവ്. അതുകൊണ്ട് അവിടെ ഉണ്ട് എക്സ്പീരിയൻസ്. അപ്പൊ വിഷ്ണു ഡോൺജിയാണ് ക്വാളിഫൈ.
അത് റോട്ടിന്ന് വീട്ടിന്റെ കൂടെ അല്ല. അങ്ങനെയല്ലടാ ഈ സൈഡിൽ ചെറുതായി ഒന്നുകൂടി ചെറുതാക്കണം. ചെറുതായി അത് സീരിയസ് ആയി എടുത്തടാ. ശരിക്കും ചെറുതാക്കി. ചിക്കൻ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ചെറുപ്പത്തില് ചിക്കൻ വാങ്ങാൻ പോയപ്പോ ചിക്കൻ മുറിക്കാൻ കണ്ടപ്പോ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയി പോയി. എനിക്ക് ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു ഇത് മുറിച്ചു നോക്കണം. ഇവിടെ വന്നിട്ട് അവസരം സത്യമായിട്ടും നീ സീരിയൽ കില്ലറാണോ? അവന്റെ ഉള്ളിൽ ഉണ്ട്, അവന്റെ ഉള്ളിൽ ഉണ്ട് സാധനം. എവിടെയോ വിട്ടത്. ഞാനിപ്പോൾ കിച്ചണിൽ ഡിന്നർ പ്രെപ്പ് ചെയ്യാണ്. ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാണ്. എൻ്റർടൈൻമെൻറ്റ് കുക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സൗണ്ട് ഹീലിംഗ് സെഷൻ ഉണ്ട് ഇന്ന് ഡോൺജിയുടെ വക, കപ്പിൾ സൗണ്ട് ഹീലിംഗ് സെഷൻ. അപ്പോൾ സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളി ഡിന്നർ കഴിക്കാൻ രസമായിരിക്കില്ലേ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയെന്ന് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കുക്ക് ചെയ്യായിരുന്നു. മീൻവൈൽ ഡോൺജിയും ദിവ്യബോയും ശിവും എല്ലാവരും കൂടി മുകളിൽ നമ്മുടെ സൗണ്ട് ഹീലിംഗിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ശിവൻ്റെ ടോയ് റൂമുള്ളത്. പിന്നെ കുറച്ചൊരു യോഗ സ്പേസും ഉണ്ട് എനിക്ക്. അപ്പോൾ അവിടെയാണ് ദിവ്യബോയും ഡോൺജിയും ശിവും കൂടിയിട്ട് ഒരു ക്യൂട്ട് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടേ ഒരു ക്യൂട്ട് സെറ്റപ്പ് റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ സൗണ്ട് തെറാപ്പിക്ക് വേണ്ടിയിട്ട്. സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സൗണ്ട്സ് വെച്ചിട്ടുള്ള ഒരു സെഷനാണ്. അതുകൊണ്ട് സൗണ്ട് ജനറേറ്റ് ചെയ്യണ പലതരം സൗണ്ട് ഹീലിംഗ് ബോൾസ് എക്യൂപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ഈ റൂമിൽ കാണുന്നത് കേട്ടോ. ലൂണാന് യെല്ലോ ഐസ് ഉണ്ട്. ലൂണ Oh my days, so creepy. കിടിലൻ ആംബിയൻസ്. ആണല്ലേ? താങ്ക് യു. താങ്ക് യു. ഫസ്റ്റ് കപ്പിൾ ആർ യു ഗോയിങ്? ശുഭാഞ്ചി കുച്ചോ പാലുമ കുച്ചോ. Hey boys, what's up? കുറെ കാലയില് കണ്ടിട്ട്. Oh my God! Sorry. Ari, what did you say, Ari? Ari is it in a Ferrari? അങ്ങനെ നമ്മുടെ അമ്മു ഗേൾ സനി ബോയ് ആൻഡ് കിഡ്സ് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ വീക്കെൻഡും മീറ്റ് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച്, ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ട്. ഇന്നത് ഇവിടെയാണ് നമ്മൾ മീറ്റ്. ഡൂണാപ്പി എന്താ അടി വേഷം കെട്ടി ലൂണിക്ക് ഒരു വിഷ്ണുവിന്റെ ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എൻജോയ്. ഞാൻ പോവാട്ടോ. റെഡി ആയിരിക്കും. റെഡിയായി. ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടോ. നമ്മളുണ്ടാക്കിയത് ദാൽ തഡ്ക, ജീര റൈസ്, നാൻ, മലായ് കോഫ്ത, ഗ്രേവിയാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. കോഫ്താസ് ഇത് വേറെ ബോളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്യുമ്പോഴാണ് അത് ആഡ് ചെയ്യാറ്. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ട്, പിന്നെ നമുക്ക് ചിപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് സിമ്പിൾ ഡിന്നർ. സൗണ്ട് ഹീലിംഗ് ബോയ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നീ പുതിയ മനുഷ്യനെ ജനിച്ചു എന്നൊക്കെയാണല്ലോ പറഞ്ഞു വന്നത്. നീ അത് മാറ്റില്ല. അങ്ങനെയല്ല, ഇങ്ങനെ കുറെ ബോഡിയിലെ ഡിഫറെന്റ് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ഒരു ഇന്റേണൽ ജേർണി ആയിരുന്നു. എപ്പോഴും ഇന്റേണൽ ജേർണി ആയിരിക്കും. രസല്ലേ? അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അത് നല്ലതാ. ഗുഡാ. ഞാൻ വിചാരിച്ചതിനെക്കാളും ഡിഫറെന്റ് ആയിരുന്നു. യെസ്, യു ലൈക്ഡ് ഇറ്റ്? യാ, ഗുഡ് ആയിരുന്നു. Donji, I think it was a proper full session. 1 hour ആയില്ലേ? 1.5. 1.5 hour ആയോ? 1.5 മണിക്കൂറായി. നിങ്ങൾ കണ്ടോ നമ്മളിവിടെ ഡിന്നർ സെറ്റ് ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞു. വാ, അടിപൊളി. ഈ കോഫ്ത ഞാൻ ഇപ്പഴത്തെ നിങ്ങൾ കഴിക്കാൻ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇട്ട് പോയപ്പോ ഇങ്ങനെ കാണും. നമ്മുടെ ഈ ഇന്ത്യൻ റെസ്റ്റോറന്റിലൊക്കെ ശരിക്കും ലോങ് ടേം ബാഗേജസ് അല്ല, റീസെന്റ് ആയിട്ട് കുറെ കാര്യം പറയാത്തതുണ്ടല്ലോ. സൗണ്ട് ഹീലായിട്ടോ. സൗണ്ട് ഹീലായിട്ടോ. ഞാൻ ഇനി ഇത് മെഡിക്കൽ കൂടി പറഞ്ഞു ഡോക്ടർ ഡോൺ. നല്ല രസമുണ്ട്. ഡി ഐഷു, നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഐഷു? എനിക്ക് നല്ലായിരുന്നു. പക്ഷെ
ചില മൊമെന്റിൽ എനിക്ക് അരക്ക് താഴത്തേക്ക് തളർന്നു പോയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഈ മറ്റേ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കോൺഷ്യസ് അതായിട്ട് വരുമ്പോ നമുക്ക് കാലനക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമല്ലോ, ആ ഫീല്. അത് പക്ഷെ കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു, പക്ഷെ എനിക്ക് കുറെ നേരം ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ യുവി കരയുന്ന ഞാൻ കേട്ടു, പക്ഷെ എണീക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ലീപ്പാ കിട്ടിയതിന്. ശരി, ഒരു നിമിഷ നേരത്തേക്ക് അത് അവൻ ആദ്യം കമന്ന് വീണു ഭയങ്കരമായിട്ട്. കമിഴാൻ താല്പര്യം ഉണ്ടോ? കമിഴാൻ താല്പര്യം. അടിയാണോ? അടിയാണോ? പൊളിയാണോ? അടിപൊളി സഞ്ചാരം കഴിക്കുന്നതാണ്. എന്ത് സാധനമാണ് അവര് കാലറിയാണ്. കണ്ടാലറിയാൻ നല്ല രുചിയാണ്. നോക്ക് എന്ത് ഭംഗിയാണ് ആ ബോളൊക്കെ ഇരിക്കണത്. അതാണ് കണ്ടില്ലേ. അമ്മുകൾ ആൻഡ് സനി ബോയ് ഡിന്നർ കഴിച്ചിട്ടാണ് വന്നായിരുന്നു. പിന്നെ അവർ കാലറീസ് നോക്കിയിട്ടാണ് ഇപ്പോൾ അടുത്ത് കഴിക്കണത്. അതുകൊണ്ട് അവർ ഇത്രയും ടെംപ്റ്റിംഗ് ഫുഡ് മുന്നിൽ വെച്ചിട്ട് പോലും ഒന്നും കഴിച്ചില്ല. പക്ഷേ പാർസൽ ഇത് കൊണ്ടുപോയില്ല. അടുത്ത കപ്പിൾ എത്തിയിട്ടുണ്ട്. അടുത്ത കുപ്പിൾ നമ്പർ 2. ചാച്ചി എന്തായാലും പോവും ഉറപ്പായിട്ടും. ശരിക്കും ഈ സൗണ്ട് ഹീലിംഗ് സെഷൻ എന്താണ് നടക്കുക, എന്താണ് നടക്കണത് ഒക്കെ എനിക്ക് ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, രാത്രി ആയതുകൊണ്ടും വീട്ടിൽ കുറേ ആൾക്കാരും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നാളെ എൻ്റെ ദിവ്യ പോയിൻ്റ് ഈ സൗണ്ട് ഹീലിംഗ് സെഷന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് വൃത്തിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അവർ റൂമിലാക്കിയിട്ട് ഞാൻ താഴെ പോന്നു. ഞാനും ദിവ്യ ബോയും വിഷ്ണുവും ഐഷും നമ്മൾ താഴെ ഇരുന്ന് ഇങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഏകദേശം അവർക്കും 1.5 മണിക്കൂറിൻ്റെ സെഷനായിരുന്നു. ഉറങ്ങിയോ? ഇവരുറങ്ങിയില്ല. ഇവര് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. Maybe because it's the time of the hour. നമുക്ക് ഗോയിങ് ത്രൂ ചെയ്തെല്ലാം. സോ എനിക്ക് ഓരോ സൗണ്ട്സ് ഞാൻ എനിക്ക് സൗണ്ട്സ് ഇല്ലേ ഹൈ ഫ്രീക്വൻസി ഞാൻ റിയലി എൻജോയ് ചെയ്തു. എനിക്ക് റിയലി നൈസ് ആയിരുന്നു. ലോ ഫ്രീക്വൻസി വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ സൗണ്ട് ഹീലിംഗ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നേ. ഐഷു, വിഷ്ണു, അമ്മു, സനി ഇവരുടെ സൗണ്ട് ഹീലിംഗ് സെഷൻ എന്നായിരുന്നു. എൻ്റെ ദിവ്യ പോയിന്റ് നാളെയാണ്, കാരണം ഒരുപാട് രാത്രിയായി, എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങാണ്. ഐഷു, വിഷ്ണു, യു ബോയ് അവരിന്ന് സ്ലീപ്പ് ഓവർ ആണ് കേട്ടോ ഒന്ന് ഇവിടെ. Bye Donji, see you tomorrow. Bye Ammu ma'am. Bye Sanish boy. Bye. Bye Neetha kunya. കുമാനി ഞങ്ങൾ നീച്ചിട്ടുണ്ട്. ഞങ്ങൾ ഔട്ട് ഓഫ് ദ ബെഡ് ലുക്കാണ് ഇത്. ഞങ്ങൾ ഇനി പാപ്പം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ മീൽ പ്രെപ്പ് ചെയ്യും. ഞങ്ങൾ കളിച്ചും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ലീവ്. ബൈ ശിശു. ഞങ്ങൾ പാപ്പം കഴിച്ചാൽ പോട്ടെ. നല്ലൊരു ഉറക്കത്തിന് ശേഷം നമ്മളെല്ലാവരും എണീച്ചിട്ടുണ്ട്, വീട് ഉണർന്നിട്ടുണ്ട്. ഏട്ടമാസ് പുട്ടുപൊടിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യണത്. നിങ്ങൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഏട്ടമാസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഏട്ടമാസ് എൻ്റെ മേമയുടെ ബ്രാൻഡാണ്. അപ്പോൾ മേമയുടെ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. താങ്ക് യു ഷോട്ടി. ഈ ഒരു വായെടുത്ത് കഴിക്കുമ്പോൾ കാണട്ടെ. യമ്മി പുട്ട് കഴിക്കുന്ന കാണിച്ചമ്മ. ആ വായാണോ? അതാണോ വായാണ്? How was it? Nice. പഴം പുട്ട് ബോൾസ്. നിങ്ങൾ എന്നെ കാണുമ്പോഴൊക്കെ ഞാൻ കഴിച്ചോണ്ടിരിക്കുക. ഫുഡ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ വീക്ക്നെസ് ഉണ്ടാക്കാനും ഇഷ്ടം. അതേപോലെ ഞാൻ പോയി മീൽ പ്രിപ്പ് ചെയ്യട്ടെ എന്നൊക്കെ അല്ല ഉണ്ണി. അയ്യോ ഞാനും അതെ, ഐഷു അതെ, എല്ലാ ആഴ്ചയും മീൽ പ്രെപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഒരു വെറൈറ്റിക്ക് കമ്പൈൻ മീൽ പ്രെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ താളത്തിൽ കൊണ്ടുപോകണം കേട്ടോ നമ്മൾ മീൽ പ്രെപ്പ്. എല്ലാ ആഴ്ചയും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണ മീൽസ് അല്ലേ. അപ്പോൾ വേറൊരാളുടെ മെനു ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു രസമാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ഐഷു കുറച്ച് സൗത്ത് ഇന്ത്യൻ ഐറ്റംസും ആയിട്ട് ക്ലബ് ചെയ്തിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് മീൽ പ്രെപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു മീൽ പ്രെപ്പ് വ്ളോഗല്ല, അതുകൊണ്ട് ഞാൻ മീൽ പ്രെപ്പ് ഒന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വീഡിയോയിൽ ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. 2 babies and 2 fathers. One with a milk bottle, another one with a with With the boy who does not need a milk bottle. oh
ടു സ്പെസിഫിക്. ശിവൻ ന്യൂസ് ചാനലിലാണ് വർക്ക് ചെയ്യാൻ പോണത് വലുതായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൽ പ്രെപ്പ്. നമ്മൾ 2 വീട്ടിലേക്കുള്ള സെപ്പറേറ്റ് പാക്കിങ്ങും പാർസലിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് മേഥി പറാഠയുടെ ഡോ, ചിക്കൻ കറി, കടലക്കറി, ക്യാരറ്റ് ബീൻസ് തോരൻ, ചെറുപയർ കറി, സാമ്പാർ, മലായ് കോഫ്തയുടെ കോഫ്താസും മലായ് കോഫ്തയുടെ മലായും ഗ്രേവി. ഐഷു, വിഷ്ണു, യുവി ബോയ് എല്ലാവരും മീൽ പ്രെപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. ഡോഞ്ചി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം നമുക്ക് നമ്മുടെ സൗണ്ട് ഹീലിംഗ് ഇന്നലെ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കുളിച്ചിട്ട് വരട്ടെ. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ സൗണ്ട് ഹീലിംഗ് ചെയ്യാം. സോ എക്സൈറ്റഡ്. ഇന്നത്തെ വീക്കെൻഡിൻ്റെ ഒരു സൂപ്പർ പ്രത്യേകത എന്താ പറയുക, ഞാനും ഐഷും കൂടിയിട്ട് മീൽ പ്രെപ്പ് ചെയ്തല്ലോ. മീൽ പ്രെപ്പ് വളരെ സ്മൂത്ത് ആയിരുന്നു, ഈസി ആയിരുന്നു, റിലാക്സിങ് ആയിരുന്നു. അപ്പം മൈൻഡ് സ്പേസും ഭയങ്കര റിലാക്സിങ് ആണ്. ഇതിൻ്റെ കൂടെ സൗണ്ടും മ്യൂസിക്കും ഹീലിങ്ങും ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ലെറ്റ്സ് ഗോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ എല്ലാം കാണിച്ചു. Wow, today we have a traditional way of sound healing. ഇന്നലെ നടത്താൻ പറ്റാത്തതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? What is that? You have to explain, okay? I will explain. This is the assistant. Assistant shaman. Shaman. Oh my god. ഇവിടെ സൗണ്ട് ഹീലിംഗ് സെഷൻ തുടങ്ങാൻ പോവാണ്. ഞാൻ കുളിച്ചൊക്കെ റെഡിയായി. ഇനി ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നിരിക്കും. ഇവിടെ ദിവ്യനും ഡോഞ്ചിയും കൂടിയിട്ട് നല്ലൊരു ആംബിയൻസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിലാക്സിംഗ് ആണോ ട്രിഗറിംഗ് ആണോ എന്ന് കണ്ടറിയണം. എനിക്ക് റിലാക്സിംഗ് ആയിരിക്കും. റിലാക്സിംഗ്. അങ്ങനെ എക്സ്പെക്ടേഷൻ പാടില്ല. You should never expect. Okay. Let it go. Let it go. Okay. I'm going to let the sound do the magic like Donji said. Without any expectation. Okay. Kind of whatever this. Okay. But before that we're going to do cacao ceremony. So ഇത് നമ്മുടെ പ്യൂർ cacao ആണ്. Cocoa. Yeah. Cocoa chocolate. അപ്പോൾ എന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ this is considered as a plant medicine. So plant medicine has healing properties. Okay. So it's mainly for heart. So heart healing. So നമ്മൾ കുറച്ച് മുളകും മധുരത്തിന് വേണ്ടി കുറച്ച് ഹണിയും ഇട്ടിട്ടുണ്ട്. മുളകും ഹണി ഇട്ടുണ്ട്. സിനമൺ സ്റ്റിക്ക്, ക്ലോവ്സ്, കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. Just to bring a bit more kick. But it has medicinal property. So നമ്മൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഇവര് plant medicine, cacao sita. It's like a god for that. So it's a medicine. So Cacao sita medicine. Yeah, cacao sita. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ പറയുന്നത് കക്കാവ് സെറമണി. Cacao ceremony. So we're just going to do a short version of it. നമ്മൾ എന്തെങ്കിലും intention വെക്കുക, or else just no intention. Let's say thank you to cacao and just drink it. Okay. So whatever we need to heal, they say that the cacao will heal. Okay. Let's try it. Let's experience it. Yeah. Perfect. So first we're going to hold it. Yeah. And then bring it to the heart center. Take few breaths. Inhale and exhale. And take a moment to thank the cacao, the medicine from faraway land. It has done a massive journey to reach your hands, thanking the goddess of cacao. And if you have any intentions for your practice today, speak it to cacao. Maybe bring that glass to your nose, smell it. If you have any wishes or prayers, whatever it is, say it to cacao. And take a small sip. Prior to cacao. Really feeling, and maybe you can hear whoosh.
നല്ല അമേസിങ് സൗണ്ട്സ് കണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കേൾക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവും പലതരം സൗണ്ടിൻ്റെ. ഇത് നമ്മൾ ഒരു മെഡിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൗണ്ട് വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ ഒരു വേറെ ഫീലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്തൊക്കെ ഫീൽ ചെയ്തു. അതിന് മുന്നേ നിങ്ങൾ ശിവിനെ കണ്ടോ? മുകളിൽ ബങ്ക് ബെഡിൽ ഡോഞ്ചി സെഷൻ തരുമ്പോൾ ഇരുന്ന് കണ്ടുപഠിച്ച് നമുക്ക് സെഷൻ തരാം. ശിവ് ചെയ്തോ? എൻജോയ് ചെയ്യും. നമ്മുടെ ന്യൂ സൗണ്ട് ഹീലർ ഉണ്ട്, ഡോഞ്ചിനെ കണ്ടു പഠിച്ചിട്ടുണ്ട് ഒരാള്. അതെ, അതാണ് നമ്മുടെ കുട്ടി ഡോഞ്ചി. ന്യൂ ജനറേഷൻ, ന്യൂ ഷാമൻ ആണ്. നല്ല സെഷൻ തരുന്നുണ്ട് കേട്ടോ. Wow. വൈബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യണം ബോഡിനകത്ത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്യാൻ പോട്ടെ. ശിവി അപ്പൊ എൻജോയ് ചെയ്യാൻ കേട്ടോ. ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതെ അതെ, സ്പൈഡർ ഷാമൻ, മുകളിൽ ഇരുന്നിട്ട് പഠിച്ചിരിക്കുന്നതാണ്. ന്യൂ ജനറേഷൻ ഷാമൻ. എന്റെ സൗണ്ട് ഹീലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് നീക്കാൻ പോലും തോന്നുന്നില്ല. എന്റെ കണ്ണിൽ നിങ്ങൾക്കൊരു സെൻ ഫീലിംഗ് തോന്നുന്നുണ്ട്. കണ്ണിലിങ്ങനെ വൈബ്രേഷൻസ് തോന്നുന്നു, കയ്യിലൊക്കെയും ഫിസിക്കൽ വൈബ്രേഷൻസ്. പിന്നെ ഈ സെഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1.5 മണിക്കൂറിന്റെ 1.5 hour ഒരു സെഷൻ ആയിരുന്നു. പക്ഷെ അത്ര തോന്നില്ല, നമുക്ക് അത്ര വലിപ്പം തോന്നൂല നമ്മൾ ഈ സെഷനിൽ. നമുക്ക് തോന്നില്ല, ഡോൺജിക്ക് നന്നായി തോന്നിയില്ല. ഡോൺജിക്ക് തോന്നിയില്ല, കാരണം കുറെ ഇങ്ങനെ എക്യുപ്മെന്റ്സ് എടുത്തെടുത്ത് ചെയ്യണമല്ലോ. അപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ പ്രാവശ്യത്തെ ഈ സെഷനിൽ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഐ തിങ്ക് ഐ ഹാഡ് സോ മെനി ക്വസ്റ്റ്യൻസ് എന്റെ മൈൻഡിൽ. അപ്പൊ അതിനൊക്കെ ആൻസേഴ്സ് കിട്ടി. അപ്പൊ ഒരു പീസ്ഫുൾ ആയ സെഷൻ ആയിരുന്നു. ഉണ്ണിക്ക് എങ്ങനെയായിരുന്നു? എന്റെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. നോ ക്വസ്റ്റ്യൻസ്, നോ ആൻസേഴ്സ്. ജസ്റ്റ് അണ്ടർ എ ട്രീ. അണ്ടർ എ ട്രീ. ബുദ്ധനായിരുന്നു. ബുദ്ധനായിരുന്നു. യു ഹാഡ് യുവർ കാം. കിടക്കണേ എങ്ങനെ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ കിടക്കണേന്ന് വെച്ചാ ഉണ്ണി ഇങ്ങനെ കിടക്കണേന്ന്. ഓ നല്ല സെഷൻ ആയിരുന്നു. ഒരു കാമിങ് എഫക്ട്. ആ ട്രീ ആദ്യം നമുക്ക് നിൽക്കുന്ന ദൂരം നമ്മൾ കണ്ടു അതിന്റെ കിളികളൊക്കെ പോകുന്നുണ്ട്. ഓ വാവ് മാൻ. ഇങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് നമ്മളിങ്ങനെ കാണുന്നത് നമ്മൾ അതിന്റെ അടുത്താണ്. ട്രീ ഫോർ ഏജസ്, കുറെ കൊല്ലങ്ങൾ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ദിവ്യൻജി ട്രെയിനിന്റെ ഉള്ളിൽ അടിയിൽ തന്നെയായിരുന്നു. അവിടെ തന്നെ ഇരിക്കുന്നു. എനിക്ക് അത് മാത്രം ആ ട്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, കാലൊക്കെ അടക്കം വെച്ച് ഇങ്ങനെ അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്റെ ഫീൽ ചെയ്യും. ബുദ്ധ ചെയ്തായിരുന്നു. എവിടെ? ട്രെയിനിന്റെ അടിയില്. He was meditating. Actually, it's a meditative feeling basically, right? Because you're just feeling that. എന്റെ മുഖത്ത് ആ പീസ് ഫീൽ ചെയ്യണില്ലേ? ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ തോന്നുകയാണ്. ഇത് നമുക്കൊരു അറാബിക്കാള് വന്നിട്ടുണ്ട് ഇവിടെ. അറാബിക്കാള് ശരിക്കും നമുക്ക് സൗണ്ട് ഹീലിംഗ് സെഷൻ കഴിഞ്ഞാൽ ജേർണലിങ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആരോടും സംസാരിക്കാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ നമുക്കൊരു മെന്റൽ ജേർണിക്ക് ഇങ്ങനെ പോവാം. അത്രയും നമ്മുടെ ബോഡി മൈൻഡ് റിലാക്സ് ആവും. ഇനി ഇതിന്റെ ഒരു റിയൽ ആസ്പെക്ട് എന്താണെന്ന് നമുക്ക് ഡോൺജിനോട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഡോൺജി, ഒരു കാര്യം ചോദിക്കട്ടെ. ലൈക്ക് ഇപ്പൊ സൗണ്ട് ഹീലിങ്ങിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പോലും ചെയ്യാത്ത ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഹൗ വിൽ യു സേ വാട്ട് ഇസ് സൗണ്ട് ഹീലിംഗ്? സൗണ്ട് ഹിയറിംഗ്, ഐ തിങ്ക്, ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഇൻ എ സിമ്പിൾ വേ. നമുക്ക് ഇങ്ങനെ സങ്കടം വരുമ്പോ നമ്മൾ സങ്കടം വെച്ചുള്ള പാട്ട് പാടിയിട്ട് കരയും. ലൈക്ക് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോ എനർജറ്റിക് ആയിട്ടുള്ള ഇത് വെച്ച് നമുക്ക് കുറച്ച് എനർജി കിട്ടും. വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ്? Because music has an impact in your body. Sound vibrations is impacting your body. So ഇത് സെയിം ആണ് കൺസെപ്റ്റ് അനുസരിച്ച്. നേപ്പാളിലും ഇന്ത്യയിലൊക്കെ പണ്ട് they used to use sound to heal people. Sound therapy. Same concept ആണ്. So it can be mental, it can be physical, and it's not replacing any medicine. Okay. So it's a complementary thing. Okay, it's like if in case you don't have a mental healing, at least the vibration is healing you physically. Some changes. If there is some effect, right? So you can go to deeper relaxation. Yeah. That's why you feel relaxed after the session. Like so relaxed that you don't feel like doing anything, not even moving. Exactly. And it also depends on the person. That's what നമ്മുടെ ഇത് തന്നെ എല്ലാവർക്കും one thing doesn't fit for everybody. ചിലർക്ക് ചിലപ്പോൾ sound healing is effective for them, for others it might not be effective, so they just need to find something else different. Like ചിലർക്ക് യോഗ ഇഷ്ടമാണ്, യോഗ ആസനാസ്, ചിലർക്ക് ജിം, ചിലർക്ക് പിലാറ്റിസ്. It's not like നമ്മളെല്ലാ ഹ്യൂമൻ ബീങ്സും കോംപ്ലക്സ് ആണ്. So it's not like one thing fit for everybody. So it's not one sentence now, but No, but thank you so much, it's all so clear. നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ ഇറ്റ്സ് മോസ്റ്റ്ലി വാട്ടർ.
അല്ലെ? അപ്പൊ നമ്മള് ഈ സൗണ്ട് വൈബ്രേഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ വാട്ടർ ഈസ് വെരി എന്താ പറയാ സസെപ്റ്റബിൾ എന്ന് പറയാം. to vibrations. Yeah. ഈ സൗണ്ടിന്റെ വൈബ്രേഷൻ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിന്റെ ഉള്ളിലുള്ള വൈബ്രേഷൻസ് ഉണ്ടല്ലോ, they both come in sync. Wow. Resonance. That is a very scientific. അപ്പൊ ബേസിക്കലി നമ്മൾ പുറത്തുനിന്ന് ഒരു നല്ല വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ that you feel it inside your body as well, the same resonance. Scientifically. So if the vibration outside is good, you feel good inside. Yeah. If the vibration outside is bad, then you feel bad inside. That's why our drummer sound കേട്ടപ്പോൾ you were not feeling good because that doesn't Resonate with my body. It just triggered fear in me. Yeah, that is normal. That is very true. പിന്നെ ഒരു കൺസെപ്റ്റ് അല്ലേ നമ്മുടെ സെൽസ് വൈബ്രേറ്റ് when the vibration of നമ്മുടെ സെല്ല് താഴെ പോകുമ്പോഴാണ് നമുക്ക് like, but I don't know whether it's really true. There's a concept നമുക്ക് പനിയൊക്കെ വരുന്നത്. ആണോ? Right. The cells scientific threshold vibration അല്ലേ? എല്ലാ സെൽസും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ so it should be vibrating in a certain threshold. So ആ ത്രഷോൾഡ് താഴെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് സിക്നസ് ഒക്കെ വരുന്നത്. അപ്പൊ സൗണ്ട് തെറാപ്പീസിലൊക്കെ കുറെ അതാണ് യൂസ് ചെയ്യുന്നത്. സൗണ്ട് ഹൈ വൈബ്രേഷൻസ് വെച്ച് നമ്മുടെ ബോഡി വൈബ്രേഷൻസ്. So it just tries to bring back to the normal threshold. So this helps. But it's not a medicine. That's one thing. അതുപോലെ കേട്ടില്ല, പല ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടും കൂട്ടാ. അപ്പൊ ഒരാൾക്ക് ചിലപ്പോ ജാസ് ആയിരിക്കും, ഒരാൾക്ക് റോക്ക് ആയിരിക്കും, ഒരാൾക്ക് വേറെ ടൈപ്പ് മ്യൂസിക് ആയിരിക്കും. അത് കേൾക്കുന്ന സമയത്ത് ഈ ചില ആൾക്കാർ കാണാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നു, ചില ആൾക്കാർക്ക് ഇതൊന്നും റിലേറ്റ് ചെയ്യും. ശരിയാ, ഹാർഡ് റോക്ക് ഒന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. മെലഡി പേഴ്സൺ. ഇറ്റ്സ് ബിക്കോസ് അവരുടെ ഉള്ളിലുള്ള വൈബ്രേഷൻ പുറത്തുനിന്ന് കേൾക്കുന്ന വൈബ്രേഷനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് അതാണ് ആ എഫോറിയ. That's when you feel the happiness. അപ്പൊ നമ്മള് ഹെഡ് ബാങ് ചെയ്യും. ബട്ട് സംടൈംസ് ഒരു പാട്ട് ഒരു ഹോൺ അടിക്കുന്ന പോലെയാണ്. ലൈക്ക് ഒരു ഹോൺ അടിച്ചാൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. ലൈക്ക് വാട്ട് ഇസ് ഇറ്റ്, സെയിം ഫീലിംഗ് ആണ്. ബട്ട് മോസ്റ്റ്ലി ആൾക്കാർക്ക് എല്ലാവർക്കും മ്യൂസിക് കേൾക്കുമ്പോൾ ഇറ്റ്സ് എ സീക്വൻഷ്യലി അറേഞ്ച്ഡ് വൈബ്രേഷൻ അല്ലെ? അപ്പൊ അതിന്റെ ആയിട്ട് നമ്മുടെ മൈൻഡ് കണക്ട് ആവുന്ന സമയത്ത് യു ഫീൽ ഗുഡ്. Exactly. I feel amazingly relaxed, Donji. Really, very, very good. And how do you feel, Shibibi? She is the junior shaman. Yeah, അവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടു പഠിക്കണായിരുന്നു ഡോൺജി ചെയ്യുന്നത്. ലൂൻസിക്ക് എങ്ങനെയാവോ തോന്നിയത്? പോന്നെ സച്ച് എ ക്വയറ്റ് ബേബി. 1.5 മണിക്കൂർ ആ റൂമിലുണ്ടായിരുന്നു, ഒരു ഒച്ച ഉണ്ടാക്കാതെ. സുന്ദരിയാട്ടോ. She really deserves a compliment for me. ഷുണ്ടു ആണത്. ഗുഗേൾ ആണ്, ഗുഗേൾ. വെരി ഗുഗേൾ ട്ടോ. ഗുഗേൾ ലൂൻസി, ഗുഡ് ബോയ് ഷിബിബി രണ്ടുപേരും ആ റൂമിനകത്ത് 1.5 മണിക്കൂർ ഒച്ച ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. എന്തൊരു പേഷ്യൻസ് ആ കിഡ്സിനുള്ളത്. ഓ മൈ ഗോഡ്. ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ റോ ഫയൽസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതാണ്, വോയിസ് ഓവർ അധികം ചെയ്യാതെ. ഇങ്ങനത്തെ ഒരു വ്ളോഗാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. അപ്പോൾ പിന്നെ കാണുമ്പോൾ കുറച്ചും കൂടി കണക്റ്റ് തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വ്ളോഗ് നമുക്കൊരു സെലിബ്രേഷൻ വ്ളോഗായിട്ട് വരാം, ശിവൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ട്. അപ്പോൾ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. Ciao ciao from Ti amo.